അങ്ങനെ 3 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ മന്ത്രിമാരുടെ വകുപ്പ് പട്ടിക അംഗീകരിച്ചിരിക്കുകയാണ് ലോക് ഭവൻ. ധനകാര്യം, ലോട്ടറി, നിയമം, തുറമുഖം എന്നീ വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും. ആരോഗ്യവകുപ്പും ദേവസ്വവും കെ മുരളീധരന്. എ പി അനിൽകുമാർ റവന്യൂ മന്ത്രിയാകും. സണ്ണി ജോസഫ് വൈദ്യുതി മന്ത്രി. പി സി വിശ്വനാഥ് ടൂറിസം മന്ത്രി. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പും ഐ.ടിയും കൈകാര്യം ചെയ്യും. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ലത്തീൻ സഭയുടെ എതിർപ്പ് മറികടന്ന് ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന്. അബ്ദുൽ ഗഫൂർ ഫിഷറീസ് മന്ത്രിയാകുകയാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ഈ 3 ദിവസത്തെ അനിശ്ചിതത്വം എന്ന് പറയുന്നത് ലീഗിന്റെ സമ്മർദ്ദമായിരുന്നു. നേരത്തെ നമുക്കറിയാം 11ാമത്തെ ദിവസമാണ് സംസ്ഥാനത്തിനൊരു മുഖ്യമന്ത്രിയെ കിട്ടുന്നത്. ഇത് നോക്കൂ, മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ പോലും അതിശക്തമായ ലീഗിന്റെ സമ്മർദ്ദം വരികയാണ്. ഫിഷറീസ് വേണമെന്നുള്ള ആവശ്യമാണ് ഇത്രയും ദിവസം ഒരു കീറാമുട്ടിയായി അവശേഷിച്ചത്. അവസാനം ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ ലഭിക്കുകയാണ്. എന്താണ് ഈ സമ്മർദ്ദ തന്ത്രത്തിന് പുറകിലുണ്ടായിരുന്നത്? ഒപ്പം മറ്റു മന്ത്രിമാരുടെ വിശദാംശങ്ങൾ കൂടി. നീലിമ, അല്പസമയം മുമ്പാണ് ക്യാബിനറ്റിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. അതേ സമയത്ത് ഈ ചോദ്യം നമ്മൾ ആവർത്തിച്ച് ചോദിച്ചതാണ്. അപ്പോൾ മുഖ്യമന്ത്രി അവകാശവാദമായി ഉന്നയിച്ചത്, ന്യായീകരണമായി പറഞ്ഞത്, സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയായിരുന്നു. ഇന്നലെ ഗവർണർ സ്ഥലത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നൽകാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ പ്രോടൈം സ്പീക്കറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിലെത്തി ഗവർണർക്ക് മുൻപാകെ ഈ പട്ടിക നൽകി. ഇപ്പോൾ അല്പസമയം മുമ്പ് പട്ടിക ഗവർണർ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത്. അതേസമയം തന്നെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗത്ത് ലീഗിന്റെ വലിയ രീതിയിലുള്ള അപ്രമാധിപത്യം അത് ഈ സഭയുടെ പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ചർച്ചകളുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ തന്നെ ലീഗ് നടത്തിയ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. മന്ത്രിമാരുടെ എണ്ണത്തിലടക്കം നമ്മളത് പിന്നീട് വ്യക്തമായതാണ്. തൊട്ടു പിന്നാലെ തന്നെയാണ് ചില വകുപ്പുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലീഗിന്റെ കടുംപിടുത്തം. അത് വലിയ രീതിയിൽ ചർച്ചയായതുമാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഫിഷറീസ് വകുപ്പാണ്. അത് ലീഗിന് വേണമെന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെയെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുതരാം എന്നതടക്കമുള്ള ചില പിടിവാശികൾ അവർ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 3 ദിവസങ്ങൾക്കിപ്പുറം മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള രൂപം പുറത്തേക്ക് വരുന്നത്. 20 മന്ത്രിമാരുടെയും വകുപ്പുകൾ, 21ാമതായി മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വകുപ്പുകൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി ഈ വിജ്ഞാപനം വരുന്നതിന് മുൻപ് അതിൻ്റെ പട്ടിക പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ഇതിൽ വി ഡി സതീശൻ ഏകദേശം 30-ലധികം വരുന്ന വകുപ്പുകൾ, സബ് വകുപ്പുകൾ അടക്കം 30ഓളം വകുപ്പുകൾ അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏകദേശം 11ഓളം വകുപ്പുകളാണ് അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കൈവശം വെച്ചിരുന്നത്. ഇന്നിപ്പോൾ ഫിനാൻസ്, നാഷണൽ സേവിങ്സ് ഉൾപ്പെടെ ലോട്ടറി, സ്റ്റേറ്റ് ഓഡിറ്റ് കൂടാതെ വിവിധ വകുപ്പുകൾ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിട്ടുള്ള വി ഡി സതീശന് വരികയാണ്. നിയമമടക്കമുള്ള വകുപ്പുകൾ, പോർട്ടും മുഖ്യമന്ത്രിയുടെ കൈകളിലേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പേജിൽ കുറയാത്ത, A4 ഷീറ്റിൽ കുറയാത്ത രീതിയിലുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രിയുടെ കൈകളിൽ എത്തുന്നു. പട്ടികയിൽ രണ്ടാമനായിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തരം, ഒപ്പം തന്നെ വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും ജയിലും അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് ഉള്ളത് എന്നുള്ളതാണ്. കയർ വകുപ്പും രമേശ് ചെന്നിത്തല തന്നെ നോക്കുകയും ചെയ്യും. സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ, അദ്ദേഹത്തിന് വൈദ്യുതിയും ഒപ്പം തന്നെ എൻവയോൺമെൻറ്റ് ആൻഡ് പാർലമെൻ്ററി അഫയേഴ്സുമാണ് നൽകിയിട്ടുള്ള വകുപ്പുകൾ. കെ മുരളീധരൻ, തുടക്കം മുതൽ തന്നെ പല ചർച്ചകളും തർക്കങ്ങളും നടന്നത് കെ മുരളീധരൻ്റെയും കാര്യത്തിലാണ്. അദ്ദേഹം ആവശ്യപ്പെട്ട ദേവസ്വം അടക്കമുള്ള വകുപ്പ് പിന്നീട് തർക്കങ്ങൾക്കൊടുക്കിൽ അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ്. ആരോഗ്യം, മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ യൂണിവേഴ്സിറ്റി കൂടാതെ തന്നെ ദേവസ്വം വകുപ്പും കെ മുരളീധരന് നൽകിയിട്ടുണ്ട്. AP അനിൽകുമാർ, അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള വകുപ്പ് ലാൻഡ് ആൻഡ് റവന്യൂ ആണ്. ആ വകുപ്പ് നൽകിയ ഔദ്യോഗികമായിട്ടുള്ള പട്ടിക പുറത്തേക്ക് വരുന്നുണ്ട്. PC വിഷ്ണുനാഥാണ് ടൂറിസം, സാംസ്കാരികം, സിനിമ വകുപ്പ് മന്ത്രിയായിട്ടുള്ളത്. M ലിജുവിന് എക്സൈസ് വകുപ്പാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. റോജി M ജോണാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. T സിദ്ദിഖായിരിക്കും സംസ്ഥാനത്തെ കൃഷി വകുപ്പ് മന്ത്രി. K തുളസിയുടെ കാര്യത്തിലും ആദ്യം മുതൽ തന്നെ ചില ചർച്ചകൾ നടന്നിരുന്നു, ഏത് വകുപ്പായിരിക്കും എന്നുള്ളത്. അതിലിപ്പോൾ വ്യക്തമായി വരുന്നത് പട്ടികജാതി പട്ടികവർഗ വികസന ക്ഷേമ വകുപ്പാണ് K തുളസിക്കായി നൽകിയിട്ടുള്ളത്. ബിന്ദു കൃഷ്ണയാണ് തൊഴിൽ, ഒപ്പം തന്നെ കർഷക ക്ഷീരവികസന വകുപ്പൊക്കെ നോക്കുന്നത് ഇനി ബിന്ദു ആയിരിക്കും. കൂടാതെ OJ ജനീഷാണ് കായികം, യൂത്ത് അഫയേഴ്സ് മന്ത്രിയാണ്. ഒപ്പം തന്നെ മ്യൂസിയം വകുപ്പുകളും രജിസ്ട്രേഷൻ വകുപ്പും OJ ജനീഷ് നോക്കുകയും ചെയ്യും. PK കുഞ്ഞാലിക്കുട്ടിയാണ് വ്യവസായ വകുപ്പ് മന്ത്രി. N ഷംസുദ്ദീനാണ് പൊതുവിദ്യാഭ്യാസ
പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അവിടെയാണ് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടന്നത്. ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അടക്കം ലീഗിന് വേണമെന്നുള്ളൊരു ആവശ്യം തുടക്കം മുതൽ അവർ ഉന്നയിച്ചിരുന്നു. ഒടുവിൽ പൊതുവിദ്യാഭ്യാസം വകുപ്പും മുസ്ലിം ലീഗിന് നൽകിയിരിക്കുകയാണ്. KM ഷാജിയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ്റെയും ടൗൺ പ്ലാനിങ്ങിൻ്റെയും മന്ത്രിയായിട്ടുള്ളത്. PK ബഷീറാണ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് മന്ത്രി. V അബ്ദുൾ ഗഫൂറാണ് ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് സോഷ്യൽ ജസ്റ്റിസ് മന്ത്രി. അവിടെയാണ് മറ്റൊരു തർക്കം നടന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുതരികയാണെങ്കിൽ മാത്രം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുതരാം, പകരം നമുക്ക് വേണ്ടത് ലേബർ വകുപ്പ്, ഒപ്പം തന്നെ കൂടാതെ തന്നെ ഫിഷറീസ് വകുപ്പ് ആണെന്നുള്ള അവകാശവാദം ലീഗ് ഉന്നയിച്ചിരുന്നു. അക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടന്നു. ധീവരസഭ, ഒപ്പം തന്നെ ലാറ്റിൻ കത്തോലിക്ക അടക്കമുള്ളവരും ലത്തീൻ സഭകൾ അടക്കമുള്ളവരും വലിയ രീതിയിലുള്ള വിമർശനം അറിയിച്ചു. ലത്തീൻ സഭ ഈ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് അടക്കം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അപ്പോഴും ലത്തീൻ സഭയെ ചേർത്ത് പിടിക്കാനുള്ള നടപടിയുടെ ഭാഗമായി ഒരു ഫിഷറീസ് വകുപ്പ് അതേ വിഭാഗത്തിൽ നിന്നുള്ളൊരു മന്ത്രിക്ക് നൽകാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല. എന്തായാലും അവിടെയും മുസ്ലിം ലീഗിന് മുന്നിൽ VD സതീശൻ മുട്ടുമടക്കിയിരിക്കുന്നു. ലീഗിന് തന്നെ ആ വകുപ്പും നൽകിയിരിക്കുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ലീഗിന്റെ കൈകളിലേക്ക് എത്തുകയാണ്. ഒരു അപ്രമാധിപത്യം മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി നേരിട്ട് പോയി ലത്തീൻ കത്തോലിക്ക സഭ ആസ്ഥാനത്ത് പോയി അവിടെ കൂടിക്കാഴ്ചയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഉണ്ടായ ഒരു ധാരണയനുസരിച്ച് CP ജോണിന് ഫിഷറീസ് വകുപ്പ് നൽകാം എന്നുള്ള ഒരു ധാരണ അവിടെ ഏതാണ്ട് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് ഒരു തരത്തിലും ലീഗിന് സ്വീകാര്യമല്ലായിരുന്നു. ലീഗ് ഫിഷറീസ് വകുപ്പ് എന്ന് പറയുന്ന കടും പിടുത്തത്തിൽ നിന്നതുകൊണ്ടാണ് ഈ 3 ദിവസം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ശാലിനി, ഈ വകുപ്പുകളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ മന്ത്രിസഭ വകുപ്പുകളുടെ വിഭജനത്തിൻ്റെ മൊത്തത്തിലൊരു കണക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഏതാണ്ട് 60-65% റവന്യൂവും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ മുസ്ലിം ലീഗിന് ലഭിച്ചിരിക്കുകയാണ്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പായിക്കൊള്ളട്ടെ, വ്യവസായ വകുപ്പായിക്കൊള്ളട്ടെ, മൈനിങ് ആൻഡ് ജിയോളജി ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇപ്പോൾ ഫിഷറീസ് കൂടി ലീഗിൻ്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വളരെ കൃത്യമായൊരു മതപ്രീണനം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് അല്പസമയം മുമ്പ് BJP നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയത്. അതൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള വകുപ്പ് വിഭജനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശാലിനി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം ഫിഷറീസ് വകുപ്പ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നൊരു വകുപ്പാണ്. കൂടാതെ തന്നെ കേന്ദ്രത്തിൽ നടക്കാം പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചതടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. കോടികളുടെ വരുമാനം വരുന്നതോടൊപ്പം തന്നെ കോടികളുടെ സഹായവും പദ്ധതികളും ഒക്കെ കേന്ദ്രത്തിൽ നിന്ന് വരുന്നതും ഈ വകുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും ആ വകുപ്പിന് വേണ്ടിയിട്ടുള്ള പിടിവലി തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അവസാനം എന്നോണമാണ് ഇപ്പോൾ ഈ പട്ടികയിൽ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിൻ്റെ കൈകളിലേക്ക് എത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പിലും സമാനമാണ്. വ്യവസായ വകുപ്പ് അത്തരത്തിലാണ്. അങ്ങനെ ഏകദേശം വരുമാനത്തിൻ്റെ ഒരു 60% വരുന്ന വകുപ്പുകളെല്ലാം തന്നെ ലീഗിൻ്റെ കയ്യിലുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ ഒരു അപ്രമാധിപത്യം ഇക്കാര്യത്തിൽ ലീഗിന് ഉണ്ട് എന്നുള്ളത്. എന്തായാലും CP ജോണിലേക്ക് ഫിഷറീസ് വകുപ്പ് നൽകണമെന്നൊരു ആവശ്യം ലത്തീൻ സഭയടക്കം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൂടിക്കാഴ്ചകളും ചർച്ചകളും, പ്രത്യേകിച്ച് VD സതീശൻ അടക്കമുള്ളവർ ലത്തീൻ സഭയിൽ എത്തി നടത്തിയിട്ടുള്ള ചർച്ചകൾ, അത് ചർച്ചയല്ല, പകരം തനിക്ക് താല്പര്യമുള്ള, തന്നെ സ്നേഹിക്കുന്നവരുടെ മുൻപിലേക്ക് എത്തിയതാണ് എന്നുള്ള വിശദീകരണമാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകുകയും ചെയ്തത്. എന്തായാലും ആ ചർച്ച ഏതായാലും ശാലിനി, നമുക്കിനി നോക്കേണ്ടത് ലത്തീൻ കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടാണ്. ഫിഷറീസ് മാത്രമല്ല, ന്യൂനപക്ഷ മന്ത്രാലയം ആ വകുപ്പ് കൂടി വേണം എന്ന് ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഏതായാലും ഇത് രണ്ടും കൈവിട്ടിരിക്കുകയാണ് കത്തോലിക്ക സഭയെ പൂർണ്ണമായും. ലത്തീൻ കത്തോലിക്ക സഭയെ പൂർണ്ണമായും കൈവിട്ടുകൊണ്ടുള്ള ഒരു വകുപ്പ് വിഭജനമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ പ്രതികരണം നമ്മൾ തേടേണ്ടതുണ്ട്. അത് അടുത്ത നിമിഷങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം.